അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൽസമാത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. എന്താണ് തൊൽസമാത്ത് എന്ന് വളരെ വ്യക്തമായി ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതിൽ നിന്നും ഏതാനും ഉദ്ധരണികളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-ഇഅ്ലാമു ബിഖവാത്തിഇൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൻ്റെ 394 പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. وإن كان استحداث الخوارق على سبيل تمزيج القوة السماوية بالقوة الأرضية فذلك الطلسمات. ഉപരിലോക ആത്മാവിനെയും അധോലോക ആത്മാവിനെയും ബന്ധപ്പെടുത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കലാണ് തൽസമാത്ത് എന്ന് പറയുന്നത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു. മഹാനായ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. കശ്ഫുൽ ദുനൂൻ 2-ാം വാല്യം 114 പേജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. വ അമ്മ ഇൽമു തൽസമാത്തി വ മഅന തൽസമി ഉഖുദുൻ ലാ തൻഹല്ലു വഖീല മഖ്ലൂബുൻ ഇസ്മുഹു ഐ അൽ മുസല്ലത്തു لأنه من القهر والتسلط وهو علم باحث عن كيفية تركيب القوة السماوية الفعالة مع القوة الأرضية المنفعلة في الأزمنة المناسبة للفعل والتأثير المقصود مع بخورات مقوية جالبة لروحانية الطلسم ليظهر من تلك الأمور في عالم الكون والفساد أفعال غريبة. മഹാനവറുകൾ പറയുന്നത്, ഭൗതിക ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഉപരിലോക ആത്മാവിനെ, അതായത് നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന, പ്രീതിപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ അകമ്പടിയോടുകൂടി, സാമ്പ്രാണി, കുന്തിരിക്കം, കറ്റുവാഴ പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പുകപ്പിക്കലിൻ്റെ അകമ്പടിയോടുകൂടി നിശ്ചിത പ്രവർത്തനങ്ങൾക്ക്, അതായത് ശത്രു സംഹാരം, വശീകരണം, രോഗമുണ്ടാക്കൽ, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കൽ പോലെയുള്ള നിശ്ചിത പ്രവർത്തനങ്ങൾക്ക് യോജിച്ച സമയങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം ചന്ദ്രൻ ആയില്യ നക്ഷത്ര മണ്ഡലത്തിൽ എത്തുമ്പോഴാണ് ശത്രു സംഹാരത്തിൻ്റെ സമയം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ രൂപത്തിൽ യോജിച്ച സമയങ്ങളിൽ ഉപരിലോക ആത്മാവിനെയും അധോലോക ആത്മാവിനെയും ബന്ധപ്പെടുത്തുന്ന എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഇൽമാണ് തൽസമാത്തിൻ്റെ ഇൽമ് എന്ന് മഹാനായ ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മഹാനായ ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖദ്ദിമയിൽ 501 പേജിൽ കാണാം. മഹാനവറുകൾ പറയുന്നു, ومعناه عندهم ربط الطبائع العلوية السماوية بالطبائع السفلية والطبائع العلوية هي الروحانية الكواكب ولذلك يستعين صاحبه في غالب الأمر بالنجامة. മഹാനവറുകൾ പറയുന്നു, അവരുടെ വാദപ്രകാരം ഉപരിലോക പ്രകൃതിശക്തിയും അധോലോക ശക്തിയും ബന്ധിപ്പിച്ചുള്ള ചികിത്സയാണ് തൽസമാത്ത് എന്നതിൻ്റെ അർത്ഥം. മഹാനവറുകൾ തുടർന്നു പറയുന്നു, ഉപരിലോക പ്രകൃതി ശക്തി എന്ന് പറഞ്ഞാൽ അത് ഹിയ റൂഹാനിയത്തുൽ കവാക്കിബ്, നക്ഷത്രങ്ങളുടെ ആത്മാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ്
ഈ ത്വൽസമാത്ത് ചികിത്സകർ അല്ലെങ്കിൽ തൽസമാത്തിനെ അവലംബിക്കുന്നവർ അവർ ജ്യോതിഷത്തെ സഹായമായി എടുക്കുന്നത് എന്ന് മഹാനായ ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒട്ടുമിക്ക ഇമാമുകളും ഇത് ഒരു പൈശാചിക വിഷയമാണ്, പിശാചുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ വെള്ളപൂശാൻ വേണ്ടി ഇന്നു പലരും ശ്രമിക്കുന്നുമുണ്ട് എന്ന് കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഷർറുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. ഇനി തുടർന്നുള്ള വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.